ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാനിന്ന് അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞ ഒരു പടം കണ്ടു. അതായത് മറ്റേ രഞ്ജിത്ത് ആറിൽ എന്ന് പറഞ്ഞ ഒരാളും അതേപോലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളും കൂടി രണ്ടുപേരും കൂടി ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് അപൂർവ പുത്രന്മാര്. പടത്തിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബിബിൻ ജോർജ്. ഇവരുടെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ പടമാണ് അപൂർവ പുത്രന്മാർ. പടം എന്ന് പറഞ്ഞ ഒരു കോമഡി എന്റർടൈനർ, പുള്ളി ഒരു കോമഡി എന്റർടൈനർ ആണ്. അതില് പിന്നെ ലാലുലക്സ് നല്ലൊരു വേഷം കിട്ടുന്നുണ്ട്. കാരണം ലാലുലക്സിന്റെ മക്കളായിട്ടാണ് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത്. പിന്നെ അശോകൻ നല്ല രസമായിട്ട് പുള്ളി അതിനുള്ള റോൾ ചെയ്തിട്ടുണ്ട്. അശോകന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അശോകൻ ഒരു പള്ളിയിലച്ഛനായിട്ടാണ് ഈ പടത്തിൽ വന്നത്. അതേപോലെ തന്നെ അശോകന്റെ കപ്പിയാരായിട്ട് ധർമ്മജൻ ബോൾഗാട്ടി അവരും വന്നിട്ടുണ്ട്. പിന്നെ ഇതില് ഒരു വില്ലെന്ന് പറയാൻ പറ്റൂല, മറ്റേ ഫാൻഡത്തിലെ അവനില്ലേ, ആ ഫാൻഡത്തിലെ മമ്മൂക്കയുടെ മോൻ നിശാന്ത്, മോനല്ല അനിയൻ, നിശാന്ത് സാഗറോ അങ്ങനെ കണ്ട് പുള്ളിയാണ് ഈ പടത്തില് ഒരു വില്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നത് ഈ നിശാന്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ്. പിന്നെ അലൻസിയർ നല്ല രസമായിട്ട് ഇതില് ഒരു ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ അത് നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ രീതിയിലാണ് പുള്ളി ചെയ്തിരുന്നത്. പിന്നെ ഇതില് നടിമാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് അങ്ങനെ പരിചയമില്ല, ഞാൻ വേറെ സിനിമകൾ കണ്ടിട്ടില്ല. അപ്പൊ ഒരു പായൽ, അത് ഹിന്ദിക്കാരിയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പായൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയ്യ ഗോസ്വാമി. അപ്പൊ ഇവരൊക്കെയാണ് മെയിനായിട്ട് പടത്തിൽ വന്നത്. പടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളി കോമഡി അതിലിപ്പോ തന്നെ പടത്തിന്റെ സൗണ്ട് സ്കോർ BGM ഒക്കെ ഇല്ല, കിട്ടുന്ന സംഭവം. അതായത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോ അതിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫൈറ്റ് ഒക്കെ വരുമ്പോ ഇടിക്കുന്ന ഇടിയുടെ മുഴക്കം നമുക്ക് തിയേറ്ററിൽ നിന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. കാരണം അമ്മാതിരി ഒരു എഫക്റ്റ് എനിക്ക് അതിൽ നിന്ന് കിട്ടി, പടത്തിൽ നിന്ന് കിട്ടി. പിന്നെ പടത്തില് നല്ല നല്ല പാട്ടുകൾ കിട്ടാം. അതാണ് ഞാൻ പറഞ്ഞ സൗണ്ട് എഫക്റ്റിന്റെ കാര്യമൊക്കെ കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ പടത്തിലും മെയിനായിട്ടും പടം പറയുന്നത് പറഞ്ഞാൽ ഈ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്രിസ്ത്യാനികളാണ് കൂടുതലും പറഞ്ഞേക്കണം അതില്. അതായത് സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ദൈവം സഹായിച്ചാന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ എന്നില്ലേ, ആ രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ക്രിസ്ത്യാനികളെ മൊത്തം വിട്ട അളക്കണ ഒരു രീതിയിലാണ് പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിരിക്കാൻ രസമുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇപ്പൊ ഓരോ സ്ഥലത്ത് പോയാൽ ഇന്ന അനുഗ്രഹം കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. പിന്നെ ഇതില് ഒരാളെയൊക്കെ വിശുദ്ധനും പുണ്യാളിനൊക്കെ ആക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു ചിരിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ പുള്ളി എന്റർടൈനറാണ്. പിന്നെ മറ്റേ കൃപാസനം പത്രത്തിനൊക്കെ ഇട്ട് ശരിക്കും അലക്കുണ്ട്. കൃപാസനം പത്രം, അതായത് ഇതില് കുറേ ഇത് പറയണ്ട. അതായത് കൃപാസന പത്രം അരച്ച് മറ്റേ കറിയിൽ ചേർന്നപ്പോ എന്റെ വയറ്റുവേദന മാറിയെന്നോ അങ്ങനെയൊക്കെ അതില് പറഞ്ഞിട്ടുണ്ട്. എന്താന്നറിയില്ല, അത് ഈ പടം എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രിസ്ത്യാനികൾക്ക് ഇട്ടൊരു ഊക്ക്, അങ്ങനത്തെ ഒരു പടമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ഒക്കെ ഗംഭീരമായിട്ട് അവരുടെ ഒരു കൂട്ടുകെട്ടൊക്കെ, അതായത് ചേട്ടനനിയന്മാരായിട്ടുള്ള ഒരു ഇതാണ് സംഭവമാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലടുത്ത് ഇതിലൊരു കോമഡി എന്ന് പറയാൻ പറ്റില്ല, പുള്ളി ഒരു ദൈവവിശ്വാസി ആയിട്ടുള്ള ഒരു ഇത് അങ്ങനെയാണ് ഈ പടത്തിൽ വന്നത്. പുള്ളി ഒരു ദൈവവിശ്വാസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുള്ളി അതിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അതിൽ കാണാവുന്ന ഒരു രസമായിട്ടുള്ള സംഭവം. എന്തായാലും പടം തിയേറ്റർ വാച്ചബിൾ ആണ്, 100% തിയേറ്റർ വാച്ചബിളാ. പിന്നെ അശോകന്റെ അതായത് അശോകനൊക്കെ കോമഡി പറയുന്ന രീതിയൊക്കെ ഉണ്ടല്ല, അതൊക്കെ നല്ല രസമായിട്ട് ഇതില് വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഇനിയിപ്പൊ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ ഉള്ളൂ, സൗണ്ടിന്റെ BGM, ആ സൗണ്ടൊക്കെ കിട്ടുന്ന സംഭവമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ പറയാൻ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സംഭവം ഉണ്ട്. ഞാൻ കണ്ടു.